ബാക്ക് ടു അവർ ചാനൽ. ഹാപ്പി സൺഡേ. ഇന്ന് ഡേയ്സിന്റെ ജീവിതത്തിലേക്ക് ഒരു ചേഞ്ച് വരുത്താൻ പോവാണ്. ചെറിയൊരു മാറ്റം. ഞാനിപ്പോ ഈ ഉപയോഗിക്കുന്ന ഈ സാധനം നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ഈ സാധനം ഇവനെ മാറ്റാൻ പോകും. നമ്മൾ പോകുന്നത് കറീസ് എന്ന് പറഞ്ഞ ഷോപ്പിലോട്ടാണ്. അപ്പോൾ ഫോണ് ഏത് വേണം എന്നുള്ളൊരു ഡിസിഷൻ ഡൗട്ടൊന്നുമില്ല. ഡേയ്സ് ഓൾറെഡി തീരുമാനിച്ചായിരുന്നു. നന്നായിട്ട് ഇതാ നമ്മുടെ കറീസിൽ വന്നു ഒരു ഫോൺ എടുക്കും. എങ്ങനെയുണ്ട് ഫോൺ? ഇതാ 8 വർഷം പഴക്കമുള്ള ഫോണല്ലേ? നമ്മുടെ സാംസങ് S8 Plus ഫോണാണ്. അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം അല്ലേ വെച്ചാൽ ഞാൻ കുറച്ചാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിന്തിക്കും, എന്നിട്ട് പറയും വേണ്ട പിന്നീട് എടുക്കാം. നമ്മുടെ ബഡ്ജറ്റ് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ ഇനി സമയമായി, ഒരു ഫോൺ മാറ്റത്തിന് സമയമായി. അപ്പൊ നമ്മള് സാംസങ് S8 Plus നമ്മള് 2017 എടുത്ത ഫോണാണ്. അതൊക്കെ നമ്മുടെ കല്യാണത്തിനൊക്കെ മുന്നേ എടുത്ത ഫോണാണ്. നമ്മളത് മാറ്റി പുതിയൊരു ഫോൺ എടുക്കുവാണ്. ഞങ്ങള് അങ്ങനെ ഭയങ്കര ഗിഫ്റ്റിങ്ങിന്റെ ആളുകളല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ബർത്ത്ഡേക്ക് മാത്രമാണ് ഞങ്ങൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ, അങ്ങനെ എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. പക്ഷേ കഴിഞ്ഞ 8 വർഷമായിട്ട് കുറച്ച് ഒരേ ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്ത് അതൊന്ന് ചേഞ്ച് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ഞാനത് കൊച്ചിന് ഗിഫ്റ്റ് ചെയ്യാന്ന് അല്ലേ? അതെ, പക്ഷെ പൈസ എന്റെ കൊണ്ടുവന്നാ പോകുന്നല്ലേ? ഫോൺ അവിടുന്ന് അല്ല, എന്നാലും എൻ്റെ ഗിഫ്റ്റാണത്. അതെ, കൊച്ചിന്റെ ഗിഫ്റ്റാ. പിന്നെ എൻ്റെ ഗിഫ്റ്റാണ് കൊച്ചിന് കേട്ടോ. അപ്പം കൊച്ചിൻ്റെ ഒന്നുമില്ല, ഡീറ്റെയിൽസിലോട്ട് നമ്മൾ കിടക്കത്തില്ല. എനിവേ, അപ്പോൾ ഈ ഫോൺ എനിക്ക് കൊച്ചിന് ഫോൺ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഏറ്റവും മോട്ടിവേഷൻ എന്താണെന്നറിയാമോ? ഡേയ്സ് പറഞ്ഞു ഇനി തൊട്ട് കൊച്ചു പുതിയ ഫോണിൽ റീൽസും ഷോർട്സും വീഡിയോസൊക്കെ സ്വയം ചെയ്യും എന്നാണ് പറയുന്നത്. എത്രത്തോളം എനിക്ക് അറിയത്തുള്ള നടക്കുന്നത്. അപ്പം ആ ഒരു മോട്ടിവേഷനിൽ ഞങ്ങൾ ആ ഫോൺ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വന്ന് ഫോണൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ദിവസങ്ങളിൽ കയ്യിൽ വരും. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വിടാം. Nice. Yeah, open it. Make it straight. Pixel 10 Pro ready ആയിട്ടുണ്ട്. ഓണത്തിന്റെ അന്ന് കൊച്ചിന് പുതിയൊരു ഫോൺ ആയിട്ടുണ്ട്. ഇതാരാ വാങ്ങിച്ചെന്ന്? ഇത് ഞാൻ എന്റെ സ്വന്തം കാശിന് വാങ്ങിച്ചാണ്. ഓക്കെ, ഇത് എടുക്കണം. പക്ഷെ ഇത് വേണ്ടെന്നോ? അല്ല, അതങ്ങനെ ഇതിലിട്ട് നോക്ക്. ആ സിം ഇടണം, ആ സൈഡിലായിരിക്കും അല്ലേ? ഗൂഗിളിലോട്ട് മാറിയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ ഒരു അവസ്ഥയും ഇതിന്റെ ഒരു സെറ്റിംഗ്സ് ഒക്കെ ഇനി പഠിക്കണം അല്ലേ? അങ്ങനെ ഡേയ്സിന് പുതിയ ഫോൺ അയക്കാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ആ ഫോണിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് നമ്മുടെ ബാക്ക് യാർഡ്, നമ്മുടെ ഗാർഡൻ്റെ കുറേ സ്റ്റോറീസ് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഇവിടെ സമ്മർ ഓൾമോസ്റ്റ് തീർന്നു. നമ്മൾ ഒഫീഷ്യലി ഓട്ടം സീസണിലോട്ട്, ഫോൾ സീസണിലോട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ ഇപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങി, ഇലകൾ കൊഴിഞ്ഞു തുടങ്ങി. ഓരോ സീസണിലും ഓരോ മാറ്റങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു സമ്മറിലെ നമ്മുടെ ഗാർഡൻ്റെ കുറേ ഷോർട്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഈ ചാനലിൽ ഇടാമെന്ന് ഓർത്തു. കാരണം എനിക്ക് അടുത്ത വർഷം തിരിഞ്ഞു നോക്കുമ്പം കഴിഞ്ഞ തവണ എന്തൊക്കെ ചെടികളാണൊക്കെ കാണാമല്ലോ. അതുപോലെ നമ്മളുടെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റും വന്നിരുന്നു, നമ്മളുടെ ബാക്ക് യാർഡ് ഗാർഡൻ ടൂർ ചെയ്യാമോ എന്ന്. ആക്ച്വലി നമുക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഒരു ചെറിയ ഗാർഡനാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ലാവൻഡർ ഉണ്ട്. അത് നമ്മൾ ഈ വീട് വാങ്ങിച്ചപ്പം നമ്മൾ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെച്ചത് കേട്ടോ. അത് എല്ലാ ഇയറും വരും. നല്ല മണമാണ്. ലാവൻഡറിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരും. ഞാൻ കുറച്ചെടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്ട്രോബെറി ആണ്. സ്ട്രോബെറി അത്യാവശ്യം എഗെയിൻ നമ്മൾ ആദ്യം വെച്ചതാണ്. എല്ലാ വർഷവും അത് വരും. സ്ട്രോബെറിയുടെ ഒരു കാര്യം വെച്ചാൽ കറക്റ്റ് സമയത്ത് നമ്മളത് പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒച്ചോ പുഴോ അങ്ങനെ ഒന്ന് കഴിക്കും. പിന്നെ നമുക്കുള്ളത് കുറേ റോസസ് ആണ്. ഞങ്ങൾ ആദ്യം വെച്ച 1-2 റോസ് ഉണ്ട്. അത് കഴിഞ്ഞ് മമ്മിയും പപ്പയും ഇവിടെ വന്ന സമയത്ത് നമ്മൾ കുറച്ച് റോസസ് വെച്ചായിരുന്നു. ഈ ഇയറിലും നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്തു. ഗാർഡൻ അത്യാവശ്യം നമ്മൾ എല്ലാ വർഷവും മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഇത് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് ആണ്. ഇതും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു സാധനം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു കുറച്ച് നാൾ ഞാൻ ഇവിടുത്തെ കൊറിയാണ്ടർ ലീവ്സാണ് യൂസ് ചെയ്തത്. ഇത് നമ്മൾ സീഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഗാർഡനിൽ മിക്കതും സീഡ്സാണ് നമ്മൾ ഇട്ടേക്കുന്നത്.
പ്ലാന്റ്സ് ആയിട്ട് വെച്ചത് ചെറിയ റോസസ് ഒക്കെ നമ്മൾ പ്ലാന്റ്സാണ് വെച്ചത്. സീഡ്സ് ആയിട്ട് ഇട്ടിട്ട് അത് വളർന്നു വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞ റോസ് ഉണ്ടോ, ഇതാണ് നമ്മുടെ ഗാർഡനിലെ ഫസ്റ്റ് ചെടി. അതിങ്ങനെ വളർന്ന് ഭയങ്കര വലുപ്പം വെച്ചിപ്പോൾ നിൽക്കുകയാണ്. അത് കട്ട് ചെയ്ത് കൊടുക്കണം. റോസസിൻ്റെ കുറച്ച് വെറൈറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ 2 നമ്മൾ ഈ ഇയർ വാങ്ങിച്ചാണ്. പിന്നെ ഈ പറയുന്ന പോലെ പല പല കളേഴ്സിൽ നിൽക്കുമ്പം ഗാർഡൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ഒരു ഈവനിങ് ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ ഇരിക്കാനും രാവിലെ അതുപോലെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം അവിടെ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാനും ഭയങ്കര നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം കേട്ടോ. ഒക്ടോബർ സമയമൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ മഴയും ഒക്കെ തുടങ്ങും. പിന്നെ നമ്മൾ അധികം ഗാർഡനിലോട്ട് ഇറങ്ങുന്നത് കുറവാണ്. ഈ റോസ് ഇത് ലില്ലി കേട്ടോ, ലില്ലി ഉണ്ട്. ഇതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടത് സൺഫ്ലവേഴ്സാണ്. സൺഫ്ലവേഴ്സാണ് ഏറ്റവും അടിപൊളി. കാരണം നമ്മൾ ചെറിയ സീഡ്സാണ് ഇടുന്നത് അല്ലേ, ചെറിയ സീഡ്സായിട്ട് തുടങ്ങും. അതിങ്ങനെ വളർന്ന് 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 അവസാനം ഏറ്റവും ഹൈറ്റിൽ വരും. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാം ഹൈറ്റിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സമ്മർ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സമ്മറിലെ കുറേ ആക്ടിവിറ്റീസൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. ഇത് നമ്മുടെ ഇവിടുത്തെ സമ്മർ ഫെസ്റ്റിവലാണ്. പിന്നെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മെയിൻ്റനൻസ് വേണ്ട ഒരു കാര്യം കേട്ടോ. നമ്മൾ കുറേ ചെടിയൊക്കെ നട്ടിട്ട് അങ്ങനെ അത് പിന്നെ മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കൃത്യമായിട്ട് വെള്ളം ഒഴിക്കണം, ഇടയ്ക്ക് അതിന് എന്തെങ്കിലും പിന്നെ ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കണം. സമ്മറിൽ പിന്നെ നമുക്കുള്ളത് ഇതുപോലെ ഞങ്ങൾ ഈ തവണ ആപ്പിൾ പിക്കിങ്ങിന് പോയി, സൺഫ്ലവർ ഫാം കാണാൻ പോയി. പിന്നെ ഈ സമ്മറിൽ ഔട്ട്ഡോർ യോഗ ചെയ്തു. അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ മൊമെൻറ്റ്സാണ്. അതൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. നമുക്ക് ഇയറിൽ ഒരു ഫ്യൂ മന്ത്സേ ഉള്ളൂ ഇങ്ങനെ വെട്ടവും വെളിച്ചമൊക്കെ. അത് കാണുമ്പോഴത്തേനും നമുക്കത് മാക്സിമം അത് എൻജോയ് ചെയ്യാനും ഒക്കെ ആട്ടോ നമ്മളുടെ ഒരു ആഗ്രഹം. വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് പറ്റില്ല, ഇരുട്ടായിരിക്കും. രാവിലെ എണീക്കുമ്പോഴും വൈകിട്ട് വർക്കിൽ നിന്ന് ലോഗ് ഓഫ് ചെയ്യുമ്പോഴും ഇരുട്ടായിരിക്കും. ഓരോ സീസണിലുമാണ് നിങ്ങൾ ഞങ്ങളുടെ സ്പ്രിങ്ങിൻ്റെ വീഡിയോ കണ്ടാലറിയാം, അതിൽ ടുലിപ്സൊക്കെ ഉണ്ട്. ഇത് ഹൈഡ്രേഞ്ചിയാണ്. ഇതും നല്ല രസമല്ലേ. ഇത് മമ്മി നട്ട കേട്ടോ. മമ്മിക്ക് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്, പൂക്കളും കായ്കളൊക്കെ. ഇത്തവണ ഞങ്ങളങ്ങനെ വെജിറ്റബിൾസ് അധികം ഇട്ടില്ല. ലാസ്റ്റ് ഇയർ നമ്മൾ ടൊമാറ്റോ അതൊക്കെ ഇട്ടായിരുന്നു. ഇത്തവണ ഞാൻ കൂടുതലും ഫ്ലവേഴ്സാണ് ഫോക്കസ് ചെയ്തത്. നമ്മുടെ റോസ്മേരി അവിടെ നല്ല നിപ്പുണ്ട്. പിന്നെ ഇത്തവണത്തെ ഹൈലൈറ്റ് ആപ്പിളാണ് കേട്ടോ. ആപ്പിൾ നല്ല റെഡായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആപ്പിൾസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം ഇതിനൊരു വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. നാട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. അതൊക്കെ മമ്മിയാണ് മാനേജ് ചെയ്യുന്നത്. അത് ഞാനങ്ങനെ അതിലിറങ്ങി അത് കാണുകയോ അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയോ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഫോക്കസ് അതിന് കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ താമസിക്കുമ്പം നമുക്ക് ഇതൊക്കെ ഭയങ്കര സ്ട്രെസ് റിലീഫാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ടുവേർഡ്സ് ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ ഉള്ള ലുക്കാണ് കേട്ടോ ഇത്. ഇത് എൻ്റെ സൺഫ്ലവേഴ്സ് ഉണ്ടോ. സൺഫ്ലവേഴ്സിൽ ഞാൻ ഇത്ര സന്തോഷിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഇത് സീഡ്സായിട്ട് ഇട്ടിട്ട് ആദ്യം കുറേ ട്രയൽ ആൻഡ് എററാണ്. ആദ്യം അകത്ത് വെക്കും, പിന്നെ പുറത്ത് വെക്കും. ഇതെന്ന് വെച്ചാൽ ചിലത് പെട്ടെന്ന് ഇങ്ങനെ നന്നായി വരത്തില്ല, ചിലതിങ്ങനെ വളഞ്ഞൊക്കെ വരും. അപ്പം ഞാൻ കുറേ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് പിന്നെ ചിലതിങ്ങനെ ഒച്ച് വന്ന് കഴിക്കും, ഇല തിന്നും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീടും നമ്മുടെ ഗാർഡനും ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്വർഗം അല്ലേ, നമ്മുടെ ഹോം. അത് തന്നെ ഇത് ഞാൻ പിന്നെ റോസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ രണ്ടുപേർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇതൊക്കെ ഒരു കാര്യമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്കിതൊരു ബാധ്യതയാവും, കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പതുക്കെ ഓരോ ഇയറിലും ചെറിയ ചെറിയ അഡീഷൻസ് കൊണ്ടുവന്ന് അങ്ങനെ ബിൽഡ് ചെയ്ത് വരിക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതിന് ഒരുപാട് ബഡ്ജറ്റ് ഞങ്ങളങ്ങനെ ഇറക്കാറില്ല. നമ്മൾ ആദ്യം കോട്ടയ്ക്ക് എടുത്തായിരുന്നേ ഒരു ഗാർഡനെ വിളിച്ചിട്ട് ഇത് ചെയ്യാൻ, അപ്പം ഭയങ്കര റേറ്റൊക്കെ, അപ്പം നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു. ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഗാർഡൻ വിശേഷങ്ങൾ, ഞങ്ങളുടെ സമ്മർ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഫോൾ സീസണാണ്. ഫോൾ സീസണ് അതിൻ്റേതായൊരു ബ്യൂട്ടി ഉണ്ട്. നമ്മുടെ ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് വേറൊരു കളറാവും, അത് കഴിഞ്ഞെല്ലാം കൊഴിഞ്ഞു പോവും, വിൻ്ററിലേക്കാവും. അപ്പോൾ ഓരോ സീസണും ഓരോ ഭംഗി. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.